ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇന്നലെ ഒരു ചെറിയ ഓഫീസ് പാർട്ടി പോലെ ഉണ്ടായിരുന്നു. പാർട്ടി അല്ല, ഒരു ചെറിയ ഈവന്റ് പോലെ. അപ്പൊ അതിൻ്റെയൊക്കെ ഞാൻ കുറച്ച് വിഷ്വൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് വാ. ബർത്ത്ഡേ ഗേളിന് ബർത്ത്ഡേ ആയിട്ട് എന്താ പറയാനുള്ളത്? ഗിഫ്റ്റ് നോക്കടാ, എനിക്ക് എന്തെല്ലാം ഗിഫ്റ്റ് കിട്ടി നോക്കും. മൊത്തം ഗിഫ്റ്റാണ്. ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ലൈഫ്. ഒന്നെടുത്തോട്ടെ. കൊല്ലി ഞാൻ നിന്നെ. ഇത് എടുത്തോ, കയ്യിലെടുത്തോന്നോ? അല്ല, കൊല്ലി. കാർത്തിക് അടിപൊളിയാണ്. ആൾക്കാർ ഞാൻ പൈസ ഒന്ന് പറയിപ്പിക്കണത്. റോഡ് സൈഡ് 500 രൂപ ഷൂ ഡ്യൂപ്ലിക്കേറ്റ്. I love you. Thank you. പരിപാടിയൊക്കെ കഴിഞ്ഞു ഗായ്സ്. എങ്ങനെയുണ്ടായിരുന്നു? അവിടെ പോയപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഫുള്ളി ഓക്യുപ്പൈഡ് ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ അധികം ടൈം കിട്ടിയില്ല. സോ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സ്മൂത്തി ഉണ്ടാക്കാം. സോ ഗൈസ്, ഫസ്റ്റ് നമുക്ക് പാലെടുക്കാം. ഒരു ഓട്സ് കിട്ടി ഗൈസ്, പക്ഷേ ഇതിന് ഇനി ഒരു 3 ദിവസം കൂടി ഡേറ്റ് ഇല്ലു. സോ അതിന് പകരം നമുക്ക് മ്യൂസ്ലി വെച്ച് തന്നെ ആക്കായിരുന്നു. ഒരു പഴമുണ്ട്, ഇത് നമുക്ക് ഇതിലിടാം. ഇവിടെ ഡേറ്റ്സും ഉണ്ട്, പക്ഷെ ഇതിൻ്റെയും ഡേറ്റ് കഴിഞ്ഞിട്ടായുള്ളത്. ബാക്കി പാലും കൂടി ഒഴിക്കാം നമുക്ക്. സ്മൂത്തി ആക്കിയിട്ട് കുറേ നാളായി. ഏതായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ഹെൽത്തി ആകുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് വരും. ഞാൻ പിന്നെ ഇവിടെ ആകെയുള്ള ബാക്കി കുറച്ച് സാധനത്തിൻ്റെ ഡേറ്റ് നോക്കിയപ്പോൾ അതിൻ്റെ ഒക്കെ ഡേറ്റ് കഴിഞ്ഞു. ആൻഡ് നമുക്കിന്ന് ലോണ്ട്രി ചെയ്യാൻ പോകണം. നമുക്ക് അതവിടെ കൊടുത്തിട്ട് വരാം. ലോണ്ട്രിക്ക് 6 കിലോ വരെ 250 റുപ്പീസാണ്. അത് കഴിഞ്ഞാൽ പെർ kg 50 റുപ്പീസ് കൂടും. ഇവിടെ എന്താ നടക്കണേന്ന് നോക്കിക്കോ. അങ്ങനെ ലോണ്ട്രിക്കൊക്കെ കൊടുത്ത് ഞാൻ തിരിച്ചെത്തി. ഇനിയിപ്പോൾ കുറച്ച് പണിയുണ്ട് കമ്പ്യൂട്ടറിൽ ചെയ്യാൻ, അത് ചെയ്യണം. ഞാൻ കുറച്ച് സാധനങ്ങളും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് വരുന്നവരെ പണിയൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ സാധനങ്ങളൊക്കെ എത്തി. ഞാൻ ഇതൊക്കെയാണ് വാങ്ങിയത്. ഇതൊന്നും ആരും കഴിക്കരുത് കേട്ടോ. ഇതൊക്കെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ കഴിക്കുകയുള്ളൂ. സപ്പോട്ട
ബനാന, പിന്നെ കുറച്ച് ഉള്ളിയും തക്കാളിയും. സോ ഗൈസ്, ബിരിയാണി വന്നു, ഇനി കഴിക്കണം. ഇപ്പോൾ ഓൾറെഡി സമയം 4 മണിയായി. കുറേ പണിയുണ്ടായിരുന്നു, ഇനി ഞാനത് ചെയ്യണമുണ്ടായത്. സമയം പോയത് അറിഞ്ഞില്ല. കഴിച്ചിട്ട് ബാക്കിയാവാം. ഞാൻ ആദ്യം കുറേ നേരം ഇരുന്ന് പണിയൊക്കെ എടുത്ത്, എന്നിട്ടിപ്പോൾ ഞാനിവിടെ മേലെ വന്നിട്ടല്ലേ. ഇന്നാണെങ്കിൽ നല്ല വെയിലൊക്കെ ഉണ്ട്. ഇതാണ് അന്ന് കാണിച്ചു തന്ന വോളിബോൾ പീപ്പിൾ. അവിടെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. അവിടെ ക്രിക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അന്ന് പറഞ്ഞ പോലെ അഥവാ നടക്കാൻ പോകണമെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല, പാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സീനാണ്. പിന്നെ ഇവിടെ ഫുള്ളി കൺജസ്റ്റഡുമാണ് റോഡുമിൽ നടക്കണമെങ്കിൽ. അത് ഓരോരോ സ്ഥലത്തിൻ്റെ കേട്ടോ. കുറച്ച് അപ്പുറത്തോട്ടൊക്കെ പോയാൽ കുറച്ച് മെനയുള്ള സ്ഥലമാണ്. ഇവിടെ മാത്രം കൊണ്ട് കറക്റ്റ് ഇവിടെ തന്നെ ആദ്യം പെടുകയും ചെയ്ത്. കുറച്ച് നാൾ കഴിഞ്ഞ് ഇവിടുന്ന് മാറണം. ഞാൻ പിന്നെ കുറേ നാളായി വിചാരിക്കുന്നു ജിമ്മിലൊക്കെ പോയി തുടങ്ങണം, വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. പക്ഷേ അതിൻ്റെ സാഹചര്യം സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്യാറില്ല. ഞാൻ വിചാരിക്കുക ചെറുതായിട്ട് ഇങ്ങനെ ഇവിടുന്ന് തന്നെ വർക്കൗട്ട് ചെയ്താലോ എന്നൊക്കെ. അതുകൊണ്ട് നമുക്ക് ഇന്നോട്ട് ചെറുതായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് തുടങ്ങാം. പുഷപ്പൊക്കെ അടിച്ചിട്ട് കുറേ ആയില്ലേ, അതുകൊണ്ട് 10 അടിക്കുമ്പോൾ തന്നെ കുറച്ച് സീനായി. പിന്നെ അധികം ഫോഴ്സ് ചെയ്യരുത്. നമ്മൾ ഇപ്പോൾ ബ്രേക്ക് എടുത്തിട്ടില്ല ചെയ്യണേ. അതുകൊണ്ട് എന്ത് ചെയ്യണമെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് സാവകാശത്തിൽ സമയമെടുത്ത് മെല്ലെ മെല്ലെ ഗ്രാജുവലി ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടിക്കൊണ്ടുവരാവും. അതുകൊണ്ട് ഇനിയിപ്പം എല്ലാ ദിവസവും ചെറുങ്ങനെങ്കിലും എന്തെങ്കിലുമായിട്ട് ചെയ്യണം. മുമ്പൊക്കെ ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ 50 പുഷപ്പൊക്കെ അടിക്കാറുണ്ട്. ആ ഒരു ലെവലിലേക്ക് ഇനിയിപ്പം വരണമെങ്കിൽ മേ ബി ലൈക്ക് 2-3 മന്ത്സിൻ്റെ പ്രാക്ടീസ് വേണ്ടി വരും. ജിമ്മിൽ പോകാൻ എൻ്റെ അടുത്ത് സമയമില്ലായിട്ടല്ല, സമയമൊക്കെ കുറച്ച് കണ്ടെത്താൻ പറ്റും. എന്നാലും അതല്ല മെയിൻ റീസൺ. ഞാൻ ഇവിടെ നിന്ന് സ്വിച്ച് ചെയ്താലോ എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ പിന്നെ സ്വിച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ പിന്നെ നാട്ടിലെ പോലെ 1 മാസത്തേക്കൊന്നും മെമ്പർഷിപ്പ് കിട്ടില്ല. കിട്ടും, പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കൊരു 3 മാസമോ 6 മാസമൊക്കെ എടുക്കണമെങ്കിൽ കുറച്ചുകൂടി ചീപ്പിന് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ ഞാനൊരു മേ ബി ലൈക്ക് 2 മാസത്തിൽ ഇവിടുന്ന് സ്വിച്ച് ചെയ്യണമെങ്കിൽ അത് പിന്നെ കുറച്ച് സീനാവില്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് ഇപ്പോൾ പോണ്ട, ഏതായാലും നോക്കിയിട്ട് അടുത്ത മാസം തൊട്ടെങ്ങാനും വേണേൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിക്കാണ് ഞാൻ നിൽക്കണേ. എനിക്ക് ഇനി ഓടാൻ പോണതും വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഓടാൻ പോണ കഥകളൊന്നും പറഞ്ഞില്ലല്ലോ. മേ ബി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, ലൈക്ക് ഞാൻ എങ്ങനെ ഇവിടെ എത്തി, ഇപ്പം ചെയ്യണ ജോലിയൊക്കെ എങ്ങനെ ചെയ്യാൻ തുടങ്ങി, അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണ സമയത്ത് ഞാൻ കുറച്ചുകൂടി എന്നെപ്പറ്റിയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.